BJP അവരുടെ സഖ്യകക്ഷികളുമായി സീറ്റ് പങ്കിടുമ്പോൾ ഐക്യ ജനതാദളിനെ ഒപ്പം കൂട്ടേണ്ട കാര്യമില്ല. LJPയും ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും ചെറിയ കക്ഷികളും മാത്രം മതി. BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഒറ്റയ്ക്ക് കിട്ടും എന്നാണ് ചിരാഗ് പാസ്വാൻ പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാനായിരുന്നു ഐക്യ ജനതാദളിനെ ഏറ്റവും കൂടുതൽ പാര വെച്ചത്. ഐക്യ ജനതാദൾ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ പ്രത്യേകമായി ഓരോ മണ്ഡലത്തിലും കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. BJP സഖ്യത്തിന്റെ ഭാഗമല്ലായിരുന്നിട്ട് കൂടി ചിരാഗിനെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയായിരുന്നു മോദി അന്ന് ചെയ്തത്. അത് കൃത്യമായി നിതീഷിന് നന്നായി അറിയാമായിരുന്നു. ഇത്തവണയും നിതീഷ് കുമാറിനെ അടപടലം പൂട്ടാനാണ് ചിരാഗിന്റെ നീക്കം. ഐക്യ ജനതാദൾ പരിപൂർണമായി തകർന്നിരിക്കുകയാണെന്നും ഇനി നിതീഷിന് പ്രധാനപ്പെട്ട റോളൊന്നും ബീഹാറിൽ വഹിക്കാനില്ലെന്നും ഈ സർക്കാർ സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകുന്നതിൽ പരിപൂർണമായി പരാജയപ്പെട്ടതാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസിൽ ഇപ്പോൾ നടന്ന ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ആ കാര്യം അത് കൃത്യമായും അധികാരികൾ മനസ്സിലാക്കാതെ അവർ കണ്ണും പൂട്ടി ഇരിക്കുകയാണെന്നും ചിരാഗ് പാസ്വാൻ പറയുകയാണ്. നമുക്കറിയാം നിതീഷിന് ഇനി തിരിച്ചു വരവിന് കഴിയില്ല. അത്രമേൽ സ്വന്തം പാർട്ടി അധപതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലുള്ള MP-മാർ രാജിവെക്കാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ലലൻ സിംഗ്, അതുപോലെ സഹമന്ത്രി സ്ഥാനം വഹിക്കുന്ന വ്യക്തി, ഈ രണ്ടുപേർ മാത്രമാണ് ഐക്യ ജനതാദളുമായി സമരസപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അവർക്കും പരിപൂർണമായി നിതീഷിൽ വിശ്വാസമൊന്നുമില്ല. എന്നാൽ അവർ വഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കാൻ ഒട്ടും തയ്യാറുമല്ല. ബാക്കിയുള്ള MP-മാർ അതിൽ 10-8ഓളം പേർ രാജ്യസന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വരികയാണ്. അവർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മണ്ഡലങ്ങളുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പഴയ വോട്ടർ പട്ടിക വെച്ച് തന്നെയല്ലേ തങ്ങൾ ജയിച്ചത് എന്ന് ഐക്യ ജനതാദളിന്റെ MP പറഞ്ഞത് അങ്ങേയറ്റം വികാരപരമായാണ്. തന്നെ ജയിപ്പിച്ച ജനങ്ങളെ അയോഗ്യരാണ് എന്ന് പറയാൻ എന്ത് അർഹതയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും ഉള്ളത്? ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒത്തുകളിയാണ്. അതിന് കൂട്ടുനിൽക്കുകയാണ് നിതീഷ് കുമാർ. ബീഹാറിൽ എന്ത് രീതിയിലുള്ള വൃത്തികേട് കാണിച്ചാലും അതിനെല്ലാം കുടപിടിക്കുന്ന നിതീഷ് കുമാർ BJPയെ കയറൂരി വിട്ടിരിക്കുകയാണ്. സ്വന്തമായി അഭിപ്രായമില്ല. നായിഡു ആന്ധ്രയിൽ BJPയെ അകറ്റാൻ ശ്രമിക്കുന്നു. കൃത്യമായി ഐക്യ ജനതാദളിൽ പിളർപ്പ് സംഭവിച്ചില്ലെങ്കിൽ ഈ പാർട്ടി തന്നെ ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് വിമത നീക്കം ശക്തമായി തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾ ശക്തമായി ഉള്ള ഒരു പാർട്ടി കൂടിയാണ് ഐക്യ ജനതാദൾ. മുസ്ലിം നേതാക്കൾ നേരത്തെ തന്നെ ഐക്യ ജനതാദൾ വിട്ട് RJDയിലേക്കും കോൺഗ്രസിലേക്കുമായി ചേരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. മഹാഗഠബന്ധന് കേവല ഭൂരിപക്ഷവും അതിനപ്പുറത്തേക്കും കിട്ടുന്ന രീതിയിൽ 3/2 ഭൂരിപക്ഷം ഉറപ്പാക്കുന്ന രീതിയിലേക്കായിരിക്കും അടുത്ത നിയമസഭ വരിക എന്നു കൂടിയാണ് ഇപ്പോൾ നിതീഷിനെ നോക്കി നിരവധിയായ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ലാലു പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം അധികാരം തിരിച്ചു പിടിക്കാൻ കിട്ടിയ ഒരു സുവർണ അവസരമാണ്. കപ്പിലും ചുണ്ടിനുമിടയിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കാനുള്ള സുവർണ അവസരം കൂടിയാണിത്.